ഇതുവരെ വിവരമൊന്നുമില്ല. നാട്ടുകാരും പോലീസുകാരും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇല്ല, അധികം ആരും അറിഞ്ഞിട്ടില്ല. ഒരു പെൺകുട്ടിയല്ലേ? അതെ, എന്താ പറ്റിയെന്ന് ആർക്കറിയാം. ഇപ്പോഴത്തെ കാലമല്ലേ. ഇനി അവളെ ആരെങ്കിലും എന്താ പരീക്ഷ നേരത്തെ ഇന്ന് ഞങ്ങൾക്ക് സ്റ്റേറ്റസ് ഓട്ടെ. ഈ മോഡലും കഴിഞ്ഞു. ഇനി ബാക്കി പരീക്ഷ കൂടി കഴിഞ്ഞ സമാധാനായി. നേരാ, നമ്മളെക്കാളും സമാധാനം നമ്മുടെ അമ്മമാർക്കാ. നീ ഇനി സയൻസ് തന്നെയല്ലേ എടുക്കുന്നേ? എനിക്കത് ഇഷ്ടം. നീയോ? അയ്യോ, എനിക്ക് ഈ കണക്കിന്ന് കേൾക്കുമ്പേ തല ഇറങ്ങും. ഫിസിക്സും ഭയങ്കര പാടാ. ഈ പരീക്ഷയ്ക്ക് തന്നെ ജയിക്കുമെന്ന് സംശയം. നിന്റെ അമ്മ ഏതായാലും നിന്നെ കൊണ്ട് അതേ എടുപ്പിക്കത്തുള്ളൂ. അമ്മയ്ക്ക് അതേ പറയാനുള്ളൂ. 10 ജയിച്ചിട്ടല്ലേ +2. എന്നാ ശരി, അടുത്ത പരീക്ഷയ്ക്ക് കാണാം. കോട്ടെ. ഓ, ഇന്ന് നേരത്തെ ആണല്ലോ. അച്ഛൻ വരുമ്പോ പഴംപൊരി വാങ്ങിട്ട് വരണം. ആയിക്കോട്ടെ. കുഴപ്പമില്ലായിരുന്നു അമ്മേ. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ നന്നായിട്ട് എഴുതിയില്ലേ അമ്മേ? ഇത് മോഡൽ എക്സാം അല്ലേ? മോഡലാണെങ്കിലും പരീക്ഷയല്ലേ, ഇതുപോലെ തന്നെയല്ലേ അടുത്തത്. അതെങ്ങനെയാ പഠിക്കാൻ പറയുമ്പോ ബുക്കും തുറന്നു വെച്ചോണ്ട് കിടന്നു ഉറങ്ങും. എന്നെ എങ്ങനെയാ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുക? ഞാനിങ്ങ് വന്ന് കേറിയതല്ലേ ഉള്ളൂ അമ്മേ. ഇത്തിരി സൗകര്യന്താ. ഞാനിപ്പോ പറയുന്ന സൗകര്യക്കേടാ മോളെ. റിസൾട്ട് വരുമ്പോ മാർക്ക് കുറവായ എവിടെ സീറ്റ് കിട്ടുകയല്ല. അന്നേരം അറിയും ഞാൻ ഈ പറയുന്നതിന്റെ വില. അന്നെന്തെങ്കിലും കഴിക്കാൻ നോക്കും. അമ്മ, ചേച്ചി വിളിക്കുന്നു. എന്നാണ് ചോദിക്കേ? പഠിക്കാനിരുന്ന ഈ പെണ്ണിനെ ഇരിക്കപ്പെടുന്നില്ല. ഞാനിങ്ങും വിളിച്ചില്ല അമ്മേ. ഈ ചെക്ക വെറുതെ പറയുന്നതാ. അല്ലാട്ടോ, ചേച്ചി വിളിച്ചിട്ടാ. അമ്മേ, ഇപ്പൊ നുണ പറയുക. ഓടി, നീയാ നുണ പറയുന്ന. പോടാ, നുണയാ. ഓടി, നുണയാ നിന്റെ. അമ്മ, പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ ശല്യപ്പെടുത്തുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ. ഇവൻ ഇത് വെച്ചിട്ട് താളിക്കെറിഞ്ഞു. പോകാണ്ടിരുന്ന് പഠിക്കടി, അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോ ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. നീ അപ്പുറത്തെങ്ങാനും പോയിരുന്ന് കളിച്ചോണം. നേരല്ലാത്ത നേരത്തെ പിള്ളേരുടെ ഒരു കാര്യം. നേരെ എത്രയെന്ന വിചാരം? എണീറ്റ് പഠിച്ച് ഇച്ചിരി കൂടി കിടക്കട്ടമ്മേ. പിന്നെ ഇത്രയൊക്കെ ഉറങ്ങിയാ മതി. വന്നിരുന്ന് പഠിക്കാൻ നോക്ക്. കുറച്ചും കൂടി കിടക്കട്ടമ്മേ. നാളെ കഴിഞ്ഞ് പരീക്ഷ തുടങ്ങും. അമ്മ, ഞാൻ 12:30 കിടന്നേ. അതുവരെ പഠിക്കുമായിരുന്നു. അങ്ങനെ ഉറക്കൊഴിച്ച് പഠിച്ചാലേ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ. നേരത്തെ കിടന്നാലല്ലേ നേരത്തെ എഴുന്നേക്കും. അവള് കുറച്ചുകൂടി കിടക്കട്ടെ. എന്റെ ചേച്ചിയുടെ മക്കളൊക്കെ രാത്രി 2 മണി വരെ ഇരുന്ന് പഠിക്കുകയായിരുന്നു. വെളുപ്പിന് 5 മണിക്ക് വേണ്ടിയിട്ടിരുന്ന് പിന്നെയും പഠിക്കും. അതിപ്പോ എല്ലാരും ഒരുപോലെ ആവോ? എല്ലാരും ആകണ്ട. ഇവളുടെ കൂട്ടുകാരി നീനയോട് ചോദിച്ചു നോക്ക്. എത്ര നേരം പഠിത്തം, എത്ര നേരം ഉറക്കണ്ടേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഉറക്കഴിച്ച് എന്തെങ്കിലും അസുഖമൊക്കെ വരുത്തിയാലേ പരീക്ഷ എഴുത്തുണ്ടാവൂല, അത് ഓർത്തോ. എന്നാ പിന്നെ ഉറക്കം തന്നെ അങ്ങ് നടക്കട്ടെ. റിസൾട്ട് വരുമ്പോൾ ഇതുപോലെ തന്നെ അങ്ങ് കിടന്നുറങ്ങാം. എവിടെ അഡ്മിഷൻ കിട്ടലുണ്ടാവില്ല, അതും സയൻസിന്.
വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാലേ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ നിൽക്കുള്ളൂ. ഇപ്പോഴെങ്കിലും ഒന്ന് നിർത്തമ്മേ. മോളെ, ഇപ്പോഴിച്ചിരി കഷ്ടപ്പെട്ടാലേ ഭാവിയിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ ഞങ്ങളൊക്കെ ഈ പെടാപ്പാട് വരുന്നത്. നിങ്ങൾക്കെങ്കിലും ഇങ്ങനെ വരാതിരിക്കാനില്ലേ ഞങ്ങൾ ഈ പറയുന്നത്. ഞാൻ പഠിച്ചോളാം അമ്മേ. പിന്നെ ഒരാൾക്ക് ദോശ, ഒരാൾക്ക് പുട്ട്, ഒരാൾക്ക് ഇഡ്ഡലി. ഞാനെന്താ ഇവിടെ തട്ടുകട നടത്തുകയാണോ? അല്ലേ ടേസ്റ്റ് ഉള്ള തിന്നണമെങ്കിൽ തട്ടടയിൽ പോണ്ടി വരും. എന്നാ നീ അവിടുന്ന് തിന്നാ മതി. അത് വേണ്ട. എന്നിട്ട് തീരാതെ നീ കൊടുക്കാനല്ലേ? എടാ ചെറുക്ക, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ വേറെ ഒന്നും വിളിക്കരുത്. അവൻ വിളിക്കട്ടമ്മേ. അവൻ അച്ഛനേക്കാൾ വലിയ ആളായില്ലേ. പിന്നെ എന്നെ വിളിക്കുന്നത് ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്ത് വിളിച്ചോന്നാ? മതി മതി, നിർത്ത്. ആരെയും ഒന്നും വിളിക്കണ്ട. അമ്മു, നീ പോയി വല്ലതും കഴിച്ച് പഠിക്കാൻ നോക്ക്. അച്ചു, നീയും വന്ന് ദോശ കഴിച്ചിട്ടേ പശുവിന് കഴിച്ചിട്ട് പുല്ലിട്ട് കൊടുത്തേ. മോളെ, എല്ലാം ബാഗിൽ എടുത്തു വെച്ചോ? ആ വച്ചമ്മേ. പെണ്ണ് എത്ര എടുത്തു? അല്ലമ്മേ, 2 3 ഉണ്ട്. കൊടയെടുത്തോ? ചിലപ്പോ മഴ പെയ്യും. ഓ ഇല്ലമ്മേ. ഹാൾ ടിക്കറ്റ് അത് മറക്കല്ലേട്ടോ. എല്ലാം എടുത്തോളാം അമ്മേ. എന്റെ ശീലേ, ഇവിടെ ആദ്യമായിട്ടല്ലോ പരീക്ഷയ്ക്ക് പോകുന്നത്. ഇതുവരെയുള്ള പരീക്ഷ പോലെ അല്ല ഇത്. ഇതേ SLC പരീക്ഷയാ. അല്ലാതെ ഇതേ IAS പരീക്ഷയൊന്നല്ലല്ലോ. ഇത് മര്യാദക്ക് എഴുതിയാലേ IAS പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുമോ? മോളെ, മോളെ നന്നായി എഴുതണട്ടോ. ശരി അമ്മേ. ടെൻഷൻ ഒന്നും അടിക്കണ്ട, സമാധാനമായിട്ട് പരീക്ഷ എഴുതിട്ട് പോവാ കേട്ടോ. ചേച്ചി പിന്നെ അമ്മ പരീക്ഷ എഴുതുന്ന അത്ര നേരം എന്നെ ആരും ഒന്നിനും വിളിക്കണ്ട. നീയും സ്കൂളിൽ പോകണോ? സ്കൂളിലൊന്നും പോണില്ല. അമ്മ പിന്നെ എങ്ങോട്ടാ? പ്രാർത്ഥിക്കാൻ. നീ എന്ത് ഇത്ര ലേറ്റ് ആയേ? കൺമണി കിട്ടുവോ? ഓ സാരഥിക്ക് പോയാലും മതി. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഇങ്ങനെ കുറച്ച് നേരത്തെ വരുന്ന വിചാരിച്ചേ. അതെങ്ങനെയാ? അമ്മേന്റെ അടുത്തുനിന്ന് പോരാൻ പറ്റണ്ടേ? എന്തൊരു വേവലാതിയാ. കണക്കിന് നീ എങ്ങാനും തോറ്റുപോയ പിന്നെ എന്നെ വല്ല പുഴയിലോ കുളത്തിലോ നോക്കിയാ മതി. ഓ പിന്നെ വേഗം വാ, ഇനിയിപ്പോ സാരഥിയും കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ആ മൊട്ടത്തലയും വായി നോക്കിയിട്ട് ബസ്സിന് കയറി പോണ്ടി വരും. അതിന് പോയി സ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് പരീക്ഷ പകുതിയാകും. എന്നാ വേഗം വാ, ഇനിയിപ്പോ പോയി സീറ്റും ക്ലാസ് ഒക്കെ കണ്ടുപിടിക്കണ്ടേ. നീ വേറെ ഡിവിഷൻ അല്ലേ? എങ്ങനെയാന്ന് ആർക്കറിയാം. അതെ ചേച്ചി, പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. ഇന്നത്തെ ഈ കാലത്തെ ജസ്റ്റ് പാസ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നല്ല സ്കൂളിൽ സീറ്റ് കിട്ടണേ, നല്ല മാർക്ക് വേണ്ടേ? ഇവിടുത്തെ പിള്ളേര് സയൻസ് തന്നെയല്ലേ പഠിച്ചേ? സയൻസിനെ വിടുന്നുള്ളൂ. എല്ലാം ഇപ്പൊ അവരെ ഇഷ്ടത്തിന് വിടാൻ പറ്റുമോ? എന്നാ ആയിക്കോട്ടെ ചേച്ചി. വേഗം പൊടിയൊക്കെ എടുത്തോ? ഞാൻ എടുത്തില്ല. ഞാൻ എടുത്തോളാം. വേണ്ട, തിരിച്ചു തന്നെ ഞാൻ കൊടുത്തരാം. വേണ്ടമ്മേ, ഞാൻ കൊണ്ട് കൊടുത്തോളാം. നീ ഒന്ന് വേഗം വാ. വേഗം വാടി. എന്നാടി നിന്റെ മുഖം ഒന്നും വല്ലതിരിക്കുന്നേ? ഒന്നുമില്ല, നീ വേഗം വാ. നീ ഇങ്ങോട്ടേക്ക് ഓടുന്നേ?
ബസ് വരെ ഇനി നേരമുണ്ട്. ഇന്ന് കണക്കല്ലേ, കണക്കിന് ഒറ്റ സയൻസ് എടുക്കാൻ പറ്റുമോ? അതിന് തോക്കാതിരുന്ന പോരെ. എന്നാ തോക്കണ്ട, ജസ്റ്റ് പാസ്സായാലോ? എനിക്കറിയില്ല. ഫിസിക്സിനോട് പറഞ്ഞ സയൻസ് കിട്ടുമോ? കണക്കും ഫിസിക്സും കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. അത് ശരിയാ, നമുക്ക് എഴുതുമ്പോ അറിയാലോ അല്ലേ? എന്നാ വാ വേഗം പോവാ. എന്റെ മോൾ വല്യേട്ടാ, നമ്മുടെ അമ്മു ഞങ്ങളൊന്നും കൂടെ നോക്കി വന്നു. നമ്മളെ ന്യൂസെട്ടിലെ മീനെ ഇവിടെ പോയിച്ചത് നിങ്ങൾക്ക് അറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് പോയതാണെന്നറിയാം, പിന്നെ ഒന്നും കണ്ടില്ല. സ്വഭാവദോഷം ഉണ്ടായിരുന്നു, നന്നായിട്ട് പഠിക്കാൻ ഒന്നിങ്ങോട്ട് വാ. ഭഗവാനെ എന്റെ മോള് അമ്മോ എന്താ പറ്റുന്നത്?
എനിക്കറിയില്ല എന്നോട് ഇല്ല. മോളെ, നീ അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയല്ലേ? നിന്നോട് എന്തെങ്കിലും അവള് പറഞ്ഞായിരുന്നോ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. നീ ഒന്ന് ഓർത്ത് നോക്കി, എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അതവള് തമാശ പറയുന്നതെന്നാ ഞാൻ വിചാരിച്ചേ. എന്താ എന്താ പറഞ്ഞത്? പരീക്ഷയ്ക്ക് തോറ്റവന് കുളത്തിലോ പുഴയിലോ നോക്കിയാ മതിന്ന്. എന്ത് പറ്റി മോളെ നിനക്ക്? നിനക്ക് എന്ത് പറ്റി? സാറില്ല, നമുക്ക് വീട്ടിലേക്ക് പോവാം മോളെ. അമ്മോ, നീ എവിടെയായിരുന്നു മോളെ? അമ്മേനെ പേടിപ്പിച്ച് കളഞ്ഞില്ലേ? ഡോക്ടർ ഉണ്ടാവില്ലേ? ഉണ്ടാവുന്ന വിളിച്ചപ്പം പറഞ്ഞത്. ആ കയറിയിരിക്കും കേട്ടോ, ഒരു മിനിറ്റ്. അഞ്ജന ദേവദാസ് എന്തു പറയുന്നു? കാര്യങ്ങളെല്ലാം ഡോക്ടർ ജൂലി പറഞ്ഞില്ലേ? ആ പറഞ്ഞു. എന്നാലും സാറിനെ കണ്ട് നന്ദി പറയണത് ഞങ്ങൾക്ക് തോന്നി. സാറിന്ന് ക്ലിനിക്കിലില്ലാന്ന് അറിഞ്ഞോണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇറ്റ്സ് ഓക്കെ. ഞങ്ങളെ മോളെ പഴയ പോലെ തിരിച്ചു തന്ന സാറാ. ഇതിനൊക്കെ കാരണം ഞാൻ ഒരുത്തിയാ. ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. പല മാതാപിതാക്കളും തങ്ങൾക്കാകാൻ പറ്റാത്തത് അവരെ മക്കളെ കൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അവരെ മനസ്സിലാക്കുന്നതിൽ പാരൻസ് പരാജയപ്പെട്ടു പോകുന്നു. അവൾക്ക് കണക്കിന് 100 മാർക്ക് മേടിക്കാമെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്നാണ് ഇവരുടെയൊക്കെ ചോദ്യം. ഓരോ വ്യക്തികളും കഴിവിലും അറിവിലും ബുദ്ധിയിലുമെല്ലാം വ്യത്യസ്തരാണ്. അല്ലെങ്കിൽ എല്ലാവരും പടം വരയ്ക്കുന്നവരും പാട്ടുകാരും കായിക താരങ്ങളൊക്കെ ആവേണ്ടതല്ലേ? നമ്മൾ കുട്ടികളുടെ കഴിവ് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കണം. അവരുടെ താല്പര്യം അനുസരിച്ചിട്ട് വേണം അവരുടെ പഠനശാഖകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരും എഞ്ചിനീയറും മാത്രം മതിയോ? അധ്യാപകരും വക്കീലന്മാരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെല്ലാം വേണ്ടേ? തെറ്റ് പറ്റിയത് എനിക്ക് സാറേ. ആവശ്യമില്ലാതെ എൻ്റെ മോളെ ഞാൻ ടെൻഷൻ കയറ്റി. അതൊക്കെ കഴിഞ്ഞില്ലേ? കാര്യങ്ങളൊക്കെ അവൾക്ക് ബോധ്യമായില്ലേ? ഇവക്കിത് പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചതേയില്ല. കിട്ടാത്ത വിഷയങ്ങളൊക്കെ ഒന്നുകൂടി എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇവൾക്ക് താല്പര്യമുള്ളതിന് ചേർക്കണം. ഒന്നിനും സമയമൊന്നും പോയിട്ടില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സർ. എന്നാ ശരി. സാറേ, അല്ല കണക്കിന് ഇച്ചിരി മാർക്ക് കുറഞ്ഞാലും സയൻസിന് കിട്ടൂലേ?